ഇവിടെ എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ കാലത്ത് ഞാൻ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി വെച്ച് പരിശോധിക്കണമല്ലോ. ഇവിടെ LDF സർക്കാരുകൾ എല്ലാ മതവിഭാഗങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യമാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. നേരത്തെ മുഖ്യമന്ത്രി നിലയിൽ പ്രവർത്തിക്കുമ്പോഴും അതേ നിലപാട് തന്നെയാണ് ഞാനും സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞാൻ തുടരുന്നത്. അതിൽ അണുകിട വ്യത്യാസം വരുത്തിയിട്ടില്ല. ഓരോ വിഭാഗത്തിൻ്റെയും മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനും അതത് വിഭാഗങ്ങളിൽപ്പെട്ടവർ ഉൾക്കൊള്ളുന്ന ഭരണസമിതികളാണ് കാലാകാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ വഖഫിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 1913 ബ്രിട്ടീഷ് ഭരണകാലമാണല്ലോ വഖഫുകൾക്ക് നിയമപരമായി അംഗീകാരം നൽകുന്ന ആദ്യ നിയമം വരുന്നത്. പിന്നീട് അതിൽ പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട്. 1923, 1954, 1955 വഖഫ് നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോഴൊന്നും വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര വിഭാഗങ്ങളിലുള്ളവരെ അംഗങ്ങളാക്കിയിട്ടില്ല. അപ്പോൾ ഒരു നൂറ്റാണ്ടിലേറെ തുടർന്നു വരുന്ന സമ്പ്രദായം അതാണ് BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മാറ്റാൻ നിയമഭേദഗതി കൊണ്ടുവന്നു. അമുസ്ലിങ്ങളെ കൂടി ബോർഡിൽ തിരികെ കയറ്റാനുള്ള ഭേദഗതിയാണ് അവർ കൊണ്ടുവന്നത്. അതിന് പുറകിലുള്ള സ്ഥാപിത താല്പര്യം വ്യക്തമാണ്. അതിനോട് വിയോജിക്കുക എന്നത് വർഗീയവാദം പ്രചരിപ്പിക്കലാണോ? എന്നാൽ കാണേണ്ട കാര്യം, അതിനോട് യോജിച്ചു പോകൽ സംഘപരിവാർ അജണ്ടയ്ക്ക് മുൻപിലുള്ള നഗ്നമായ കീഴടങ്ങലല്ലേ? അങ്ങനെ വിയോജിക്കുന്നവരെ BJPക്കാർ അധിക്ഷേപിക്കുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം അവരുടെ നിലപാട് വർഗീയ നിലപാടാണ്. എന്നാൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി BJPയുടെ നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ അതിനെതിരെ സ്വാഭാവികമായ ശക്തമായ എതിർപ്പ് ഉയർന്നു വന്നിരുന്നു. ഒരു മതവിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങളിൽ ഇത്തരമൊരു സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അതായത് ഒരു മതവിഭാഗത്തിനെതിരെയും ഇത്തരമൊരു കടന്നുകയറ്റം പാടില്ല എന്ന
മതനിരപേക്ഷ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്താകെ ആ എതിർപ്പ് ഉയർന്നു വന്നത്.